എന്തിനാ പിള്ളേർ എന്നെ കണ്ടപ്പോ ചിരിച്ചത്? അത് അത് പറയടോ. ചേട്ടന്റെ മുഖത്ത് കരി പറ്റിയിട്ടുണ്ട്, അത് കണ്ടിട്ടാ. ഇത് നിങ്ങൾ നേരത്തെ കണ്ടിരുന്നു? ചിരിക്കുന്നതോ? ഏയ്, അത് അപ്പോഴാ കണ്ടത്. ചിരിക്കുന്നതല്ല, കരി. കണ്ടു. എന്നിട്ടെന്താ നേരത്തെ പറയാനിരുന്നത്? ചേട്ടന്റെ മുഖത്ത് നോക്കി പറയാൻ തോന്നിയില്ല. ചേട്ടന് വിഷമം വന്നാലോ എന്ന് കരുതിയാ. പറയാൻ മടിയുണ്ടെങ്കിൽ എഴുതി കാണിക്കണം. അല്ല പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ അറിയിക്കാനാ കൂടെ വരാൻ പറഞ്ഞത്. മനസ്സിലായോ? ആ പിള്ളേരുടെ മുന്നിൽ ഞാനിപ്പോ വെറും ആരായി? വെറും കോമാളി. അത് ശരിയാ, കോമാളിയാ അല്ലേ സൂത്ര? അല്ലേ സൂത്ര, താൻ ഇടിച്ചോണ്ട് അങ്ങനെ നിന്നാ മതി. ഒരു കടുവ കൂട്ടിലുണ്ടായിട്ട് ഒരു ഗുണമില്ലല്ലോ എന്റെ കാട്ടുമുത്തപ്പാ. ഞാൻ എന്തു ചെയ്യാനാ സൂത്ര? കരി പറ്റിയിട്ടല്ലേ. അതല്ല, എന്നെ തല്ലുമ്പോ തനിക്ക് ഒന്ന് എതിർക്കാൻ തോന്നിയോ? തല്ലിട്ട് പോയപ്പോ തന്നൊരു അക്ഷരം മിണ്ടിയോ? എന്റെ ഫ്രണ്ടിനെ തല്ലുന്നതൊന്ന് കാണട്ടെ എന്ന് നെഞ്ചു വിരിച്ച് പറയാൻ തനിക്ക് പറ്റിയോ? ഒരു കടുവ വിചാരിച്ചാൽ സിംഹമൊക്കെ പുല്ല് അറിയാമോ? ആണോ? എങ്കിൽ ഞാൻ ചോദിക്കും. നെഞ്ചാദ്യം വിരിക്കട്ടെ. അയ്യോ അടിയൻ. സൂത്രോ, ഇനി കണ്ടില്ലെന്ന് പറയരുത്. പക്ഷേ എന്തു കണ്ടില്ലെന്ന്? ശൂദ്രനെ തല്ലുന്നത് കാണട്ടെ എന്ന് ശരിയെഴുതി തന്നല്ലോ, അത് കാണിച്ചതാ. പറയാൻ ധൈര്യം കിട്ടാത്തത് കൊണ്ട് എഴുതി കൊടുത്തതാ. രക്ഷപ്പെട്ടു. ഇത് തന്നെ മുഖം. എന്റെ കാട്ടുമുത്തപ്പ, ആരാ? മനസ്സിലായില്ലേ? കഴുതപ്പുലികളാ, അടുത്ത കാട്ടീനാ. കഴുതപ്പുലിയാണെന്ന് മനസ്സിലായി. എന്താ ഇവിടെ കാര്യമെന്നാ മനസ്സിലാവാത്തത്? അപ്പൂപ്പൻ സ്വപ്നത്തിൽ കണ്ട അതേ മുഖമാ അങ്ങയുടേത്. എല്ലാം കപ്പുമുത്തപ്പന്റെ അനുഗ്രഹം. കാട്ടുമുത്തപ്പൻ എന്നാണോ ഉദ്ദേശിച്ചത്? കഴുതപ്പുലി മുത്തപ്പൻ എന്നതിന്റെ ചുരുക്കമാ കപ്പുമുത്തപ്പൻ. ആര് കാട്ടുമുത്തപ്പൻ? ഞങ്ങളൊക്കെ എന്ത് സങ്കടം വന്നാലും കപ്പുമുത്തപ്പനെ വിളിച്ചാ പ്രാർത്ഥിക്കുന്നത്. ഇന്നലെ അപ്പൂപ്പന്റെ കപ്പുമുത്തപ്പനെ സ്വപ്നം കണ്ടു. അപ്പോഴല്ലേ മനസ്സിലായത്. എന്ത്? കല്ലുകൊണ്ടുള്ള ദേഹവും കുറുക്കന്റെ തലയുമാണ് കപ്പുമുത്തപ്പന്. സൂത്രനും കുറുക്കന്റെ തലയോ? ഞാൻ സ്വപ്നത്തിൽ കണ്ട കപ്പുമുത്തപ്പന്റെ മുഖത്തിന് ഇതേ ചായയാ. കൂടെ വന്ന് അനുഗ്രഹിക്കണം. അതെ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഒന്ന് വരണം. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനാ. അവരിങ്ങനെ ബഹുമാനിച്ചു വിളിക്കുമ്പോൾ ചെല്ലാതിരിക്കുന്നത് മോശമാണ്. ഞാൻ പോയിട്ട് വരാം. വല്ലതും തടഞ്ഞാൽ തനിക്കും കൊണ്ടുവരാം. നിങ്ങളുടെ ഏതെങ്കിലും മൂത്തപ്പന് കടുവത്തല കാണുമോ? പിള്ളേരെന്താ ഒന്നും ഉണ്ടാത്തത്? പ്രാർത്ഥിച്ചോണ്ടു നടക്കടാ. കുറച്ചു കാലത്തേക്ക് എന്റെ തീറ്റക്കാരെയും ഈ വണ്ടന്മാര് നോക്കിക്കോളും. ദൈവമേ, മുത്തപ്പ കേൾക്കുമാറാകണം. കഴുതപ്പുലികൾക്ക് ബുദ്ധി ഉണ്ടാകണം. കാട്ടിലെ കപ്പുമുത്തപ്പ കഴുതപ്പുലി രക്ഷിച്ചാ പിന്നെ ബാക്കി എല്ലാരും ഞങ്ങൾക്കായി കാത്തുവെക്കണേ. ഇതാണ് കല്ല്. എനിക്ക് ഇരിക്കാനായിരിക്കും. അല്ലല്ല, കപ്പുമുത്തപ്പന്റെ ദേഹം ഉണ്ടാക്കിയതാ. അങ്ങയുടെ തല കൂടി കിട്ടിയാൽ മുത്തപ്പന്റെ പ്രതിമ മുഴുവനാക്കാമായിരുന്നു. എന്റെ കാട്ടുമുത്തപ്പ, എന്തിനാ മരത്തിനെ ചവിട്ടുന്നത്? കാലിനുള്ള വ്യായാമമാ. കാലിങ്ങനെ മാക്സിമം പൊക്കി മരത്തിൽ ചവിട്ടി നിൽക്കണം. രണ്ടു കാലും ഇതുപോലെ ചെയ്യണം. ശരി.